പ്രദേശം അതീവ അപകടാവസ്ഥ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ മരിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അതിലൊരു ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. കാരണം രണ്ട് കുഞ്ഞുമക്കളെയും ചേർത്ത് ഈ വേലി കടന്ന് നടന്ന് ആ പുഴ. നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ഒരു ഞെട്ടൽ തീരുന്നതിന് മുൻപേ ഇപ്പോൾ മറ്റൊരു ആത്മഹത്യാ വാർത്തയും കൂടി പുറത്തു വരികയാണ്. 34 വയസ്സുള്ള അഡ്വക്കേറ്റ് ജിസ്മോൾ ജിമ്മിയും രണ്ട് പെൺകുഞ്ഞുങ്ങളുമാണ് ഇന്നലെ ജീവനൊടുക്കിയത്. ഇവരും കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിനിയാണ്. 34 വയസ്സാണ് ഈ ജിസ്മോൾ ജിമ്മിക്കുള്ളത്. ആത്മഹത്യയുടെ വ്യക്തമായൊരു കാരണം ഇതുവരെയും പറയാനായിട്ടില്ല. ഇന്നലെ ഉച്ചയോടെ 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടതിന് ശേഷം ജിസ്മോളും രണ്ട് പെൺകുഞ്ഞുങ്ങളും പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ജിസ്മോളിൻ്റെ കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു. കൂടാതെ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് വിഷം നൽകിയിരുന്നതായും പ്രാഥമിക പരിശോധനയിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടുകൂടിയാണ് 2 വീലർ എടുത്ത് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ജിസ്മോൾ പള്ളിക്കുന്ന് കടവിലേക്ക് പോകുന്നതും അവിടെ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നതും. അവിടെ ചൂണ്ടയിടാൻ എത്തിയിരുന്ന ആളുകളാണ് മൃതദേഹങ്ങൾ ഒഴുകി വരുന്നത് കണ്ടതും. തുടർന്ന് ഏറെ നേരത്തെ ഒരു പരിശ്രമത്തിനൊടുവിൽ അവരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിൽ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ശേഷം അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ജിസ്മോൾ 5ഉം 2ഉം വയസ്സുള്ള തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ, നോഹ, നോറ എന്നാണ് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ പേര്, അവരെയും ചേർത്ത് 2 വീലറിൽ കയറ്റി ഈ പുഴയുടെ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം ഇവരുടെ ഒരു ജാഗ്രതാ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശം അതീവ അപകടാവസ്ഥ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ ഇറങ്ങുന്നതോ കുളിക്കുന്നതോ മീൻ പിടിക്കുന്നതോ എല്ലാം അപകടകരമായൊരു സ്ഥലമാണിത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കൈ പിടിച്ചുകൊണ്ട് ജിസ്മോള് ഇറങ്ങുന്നത്. ഈ വഴിയിലൂടെയാണ് ഇറങ്ങി പുഴയിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. മരിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ കൂട്ടി ഈ പുഴയിലേക്ക് എടുത്തു ചാടുന്നു. വളരെ അപകടം നിറഞ്ഞൊരു മേഖല. മീൻ പിടിക്കാൻ വന്നവരാണ് മൃതദേഹം ഒഴുകി വരുന്നത് കണ്ട് അതിനെ ശ്രദ്ധിക്കുകയും അത് മൃതദേഹങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും 3 പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു. ഇവിടെ ഷൈനിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൈനിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൂടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഷൈനിയുടെ ഒരു ജീവിത പരിസരം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഷൈനിക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. നിൽക്കക്കള്ളി ഇല്ലാതെയായപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. നഴ്സിംഗ് ബിരുദം കയ്യിലുള്ള ഷൈനി പലയിടങ്ങളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും ജോലി കിട്ടാതെ വന്നത്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് എങ്ങനെ ജീവിക്കും, പെൺകുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നുള്ള ആശങ്കകളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഒപ്പം സ്വന്തം വീട്ടിൽ നിന്ന് നേരിട്ട അവഗണനയും അവരുടെ മരണത്തിന് കാരണമായിരുന്നു. പക്ഷേ ജിസ്മോളുടെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ അതുകൊണ്ടാണ് അതിലൊരു ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. കാരണം നാട്ടുകാർക്കാർക്കും ആ വീട്ടിൽ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുള്ളതായി അറിവുണ്ടായിരുന്നില്ല. മാത്രമല്ല ജിസ്മോൾ ഒരു ഉദ്യോഗം കയ്യിലുള്ളൊരു വ്യക്തിയാണ്. പാലാ കോടതിയിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. അവർ മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അത്രയും സാമർഥ്യമുള്ള ജിസ്മോള് എന്ത് സാഹചര്യത്തിൻ്റെ പുറത്താണ് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു പുഴയുടെ അവസ്ഥ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ആത്മഹത്യക്ക് ഉറപ്പിച്ച് തന്നെയാണ് ജിസ്മോള് രണ്ട് കുഞ്ഞുമക്കളെയും ചേർത്ത് ഈ വേലി കടന്ന് നടന്ന് ആ പുഴയിലേക്ക് എത്തിയത്. ആ പുഴ വളരെ ആഴമുള്ളതാണ്, നല്ല ഒഴുക്കുള്ളതായ ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചവർ പുഴയിലേക്ക് ചാടി അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ എന്തായിരുന്നു കാരണം എന്നുള്ളതിനുള്ള കാത്തിരിപ്പാണ് ഇനി. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു കേസിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.